വയനാട് രാവിലെ ഒരു യോഗം, വളരെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് വന്നതാണ്. അതിലൊരു സ്ത്രീ, ആ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് 2-3 മാസമായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നാലും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആശുപത്രി വിട്ട ശേഷം ഇവിടെ എത്തിയതാണ്. അപ്പോൾ അവർ വളരെ വേദനയോടുകൂടി പറയാം, ഞാൻ ഒരു മുസ്ലിം ലീഗിന്റെ കുടുംബത്തിലാണ്, അച്ഛനും അതായത് ബാപ്പയും ഉപ്പയും ഉമ്മയും എല്ലാം ലീഗാണ്. പക്ഷെ എനിക്ക് സംരംഭത്തോട് ആദ്യം മുതലേ ഒരു താല്പര്യമുണ്ട്. ഞാൻ കേരള ഗവൺമെന്റിന്റെ സംരംഭ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ സ്വതന്ത്രമായൊരു നിലപാട് സ്വീകരിച്ച് ഒരു സംരംഭം തുടങ്ങാൻ ആവശ്യമായ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഞാൻ ഒരു 2-3 കൊല്ലം കൊണ്ട് എൻ്റെ സ്ഥാപനം ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കാൻ തുടങ്ങി. ആസ്ട്രേലിയയിൽ നിന്ന് മാത്രം എനിക്ക് ഇപ്പോഴെൻ്റെ മുമ്പിൽ 3 കോടി രൂപയുടെ ഓർഡറുണ്ട്. ആ സ്ത്രീ പറയാം, ഞാൻ ഇടത്തരക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, കമ്മീഷൻ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ പോകുന്ന സ്ഥിതി എനിക്ക് പോലില്ല. ഞാൻ സാധനങ്ങളെല്ലാം ബാഗും അതുപോലെ തന്നെ പ്രത്യേക തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാം ഞാൻ നേരിട്ട് പോയി വാങ്ങുകയാണ് ചെയ്യുക. നേരിട്ട് കമ്പനി പോയിട്ട് വാങ്ങും. ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാനിവിടുന്ന് 2500 ആള് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ പറഞ്ഞ് 2500 സ്ത്രീകൾ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ 2-3 മാസം മുമ്പ് അവരുടെ ഈ പ്രവർത്തിക്കുന്ന മേഖല ഒരു 5 വലിയ മുറികളാണ്. 1ാമത്തെ നിലയിൽ ആ 5 മുറികളും തീപിടിച്ചുപോയി, കത്തിപ്പോയി. എന്നിട്ട് പറയാ, ഞാനും നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആളുകൾ ഷട്ടർ തുറന്നു. അപ്പോൾ ഞാനൊക്കെ ഉണ്ടാക്കി വെച്ച എല്ലാ ബാഗും അതുപോലെ തന്നെ സാധനങ്ങളും കത്തുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോധമില്ലാണ്ടായി. പിന്നെ ഞാൻ ആസ്പത്രിയിലായിരുന്നു 3 മാസം. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്കിപ്പോൾ ഓർഡറുണ്ട്, എൻ്റെ കയ്യിൽ പണമില്ല, മിഷനറി മുഴുവൻ കത്തിപ്പോയി, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് എങ്ങനെയെങ്കിലും അത് തുടരണം എന്നവർ പറഞ്ഞു. ഞാൻ രാജീവനെ മിനിസ്റ്ററെ വിളിച്ചു. മിനിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ വന്നാൽ ഇൻഷുറൻസ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇൻഷുറൻസിൻ്റെ ക്ലെയിമൊക്കെ വേഗം കിട്ടുകയും ചെയ്യില്ല. അവർക്കാണെങ്കിൽ ഈ നോമ്പിന് മുമ്പ് ഓർഡർ കൊടുത്താൽ 3 കോടി രൂപയുടെ ഓർഡർ ഉണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ എനിക്കാവുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ബാങ്കിൽ പോയിട്ട് ലോൺ വാങ്ങാൻ പുറപ്പെട്ടാൽ നൂലാമാലകളാണ്, എത്രയോ മാസം പിടിക്കും. അവിടെ ഞാനപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, റഫീഖ്. ഇവർ പിന്നീട് യോഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, ഒരു 15 ലക്ഷം റുപ്യ കിട്ടിയാൽ ഒരു സംശയവും വേണ്ട, ഞാൻ എൻ്റെ കമ്പനി തുടങ്ങും. ഈ 3 കോടി രൂപയുടെ ഓർഡർ കൊടുത്താൽ ആ 15 ലക്ഷം റുപ്യ മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പ്രയാസമില്ല. ഞാൻ റഫീഖിനോട് പറഞ്ഞു, റഫീഖെ നീ തുടങ്ങുന്നു, നമ്മുടെ ആളുകളോട് പറഞ്ഞ് കടം വാങ്ങി ഒരു 15 ലക്ഷം റുപ്യ കൊടുക്കും. അവർ 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട്, അവർ പറഞ്ഞു ഞാൻ 3 മാസം കൊണ്ട് ഇത് പറയാം, ഞാൻ പക്ഷെ 1.5 മാസം കൊണ്ട് നോമ്പ് തീരുമ്പോഴേക്ക് ഞാൻ ആ പണം തിരിച്ചു തരും. ഇന്നലെ എന്നെ വിളിച്ചു. ഇന്നലെ രാവിലെ ആ കത്തിപ്പോയ ഈ 5 മുറിയും വൃത്തിയാക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ റഫീഖ് ആളുകളെ അയച്ച് പണി ആരംഭിച്ചു. ഞാൻ ഇന്ന് പഞ്ചാബിലേക്ക് പോവുകയാണ് സാധനം എടുക്കാൻ. തിരിച്ചു വരുമ്പോഴേക്ക് ഇത് വൃത്തിയാവും. മിഷന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതോടുകൂടി പണി ആരംഭിക്കാൻ പറ്റും. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ന് അങ്ങോട്ടേക്ക് പോയത്. 2500 ആളാണ് ആ സംരംഭത്തിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നത്. ഒരു സ്ത്രീയാണ്. എന്തൊരു ഇനീഷ്യേറ്റീവാണ്. അവരെന്നെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരിക, ലോഡ് കണക്കിന്. ആസ്ട്രേലിയയിൽ നിന്ന് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കോടിയുടെ ഓർഡർ, ആസ്ട്രേലിയയിൽ നിന്ന്. അപ്പൊ എല്ലാ മേഖലയിൽ നിന്നും ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. ലാഭത്തിന് യാതൊരു പ്രശ്നം, 50% വരെ ലാഭം കിട്ടുന്നതാണ്. 50% വരെ ലാഭം കിട്ടും. നേരിട്ട് വരികയും ഇവിടെ അതിൻ്റെ നല്ല പങ്ക് ഞാൻ എൻ്റെ 2500ഓളം വരുന്ന എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ നൽകുകയാണ് എന്നവർ പറഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം.